എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മെയിനായിട്ട് കിറ്റ്കാറ്റ് ഹാമ്പറാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എനിക്ക് കിട്ടുന്ന എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൽ ഒരു കിറ്റ്കാറ്റ് ഹാമ്പർ അത് മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തന്നെയാണ്. കാരണം നമുക്ക് റെഫറൻസ് അയച്ചു കൊടുക്കാൻ അവർക്ക് പറയുമ്പോൾ സമയത്ത് ഞാൻ ഈ കിറ്റ്കാറ്റുകളിൽ അത് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം വേറെ എന്ത് ഹാമ്പർ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കിറ്റ്കാറ്റ് ഹാമ്പർ എന്തായാലും വേണമെന്നുള്ളതാണ്. കാരണം നമ്മൾ എൻഗേജ്മെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് വലുതായിട്ട് കാണുമ്പം എല്ലാവർക്കും ഒരു സംതൃപ്തിയാണ് ഇത് കാണുമ്പോൾ. നല്ല വൃത്തിയും നല്ല അട്രാക്റ്റീവും ആണല്ലോ ഈ റെഡ് കളറിലുള്ള കിറ്റ്കാറ്റ് ഹാമ്പർ. അപ്പം അത് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്ന കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത്. അതാണ് ഇഷ്ടവും താനും. ഈ ഹാമ്പർ ചെയ്യാനുള്ള ബേസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷെ ഞാനിതുവരെ വില ചോദിക്കുകയോ അല്ലെങ്കിൽ വാങ്ങാനോ നിന്നിട്ടില്ല. കാരണം ഈ ഒരു കാര്യം ഒരു ക്രാഫ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനങ്ങനെ അതിന് മുതിരാറില്ല. ഞാൻ തെർമോക്കോൾ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് അളവെടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഓരോന്ന് ഉണ്ടാക്കലുള്ളത്. ഇപ്രാവശ്യം ഈ ബ്രൗൺ സെലോ ടാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ബ്ലാക്ക് വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മൾ ഈ ബോൾസ് ഇല്ലെങ്കിൽ ഈ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഒരു കുറച്ചുകൂടി നീറ്റ്നെസ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ആ ബ്ലാക്ക് വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഡബിൾ ടാപ്പ് പശ വെച്ചിട്ടാണ് അത് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആസ് എ ക്രാഫ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വീഡിയോ കാണുക എന്നുള്ളത്. നമ്മൾ എത്ര റിസ്ക് എടുത്ത് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ കിറ്റ്കാറ്റ് ഒട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ബോൾസൊക്കെ വെക്കുന്ന സമയത്തുള്ള വീഡിയോസ് നമ്മൾ 2x ഇട്ടിട്ടോ അല്ലെങ്കിൽ 4x ഇട്ടിട്ടോ ഇങ്ങനെ കാണുന്ന സമയത്ത് വല്ലാണ്ട് സന്തോഷം തന്നെയാണ്. ആദ്യം ഞാൻ ഈ ഒരു റോസ് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. പിന്നെ ഒരു ഈ റിബണിന് കുറഞ്ഞ റേറ്റുകളും ഈ റെഡിൻ്റെ കൂടെ വൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. മാക്സിമം ഞാൻ എല്ലാ സമയത്തും ഈ റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊണ്ടുവരാൻ ശ്രമിക്കൽ. അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ പറയും എനിക്ക് ഈ കളർ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ മാറ്റാറുള്ളൂ. അതിന് ശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു എൻഗേജ്മെൻറ്റ് ടോപ്പറും പിന്നെ അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അവരുടെ നെയിം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ലൊരു ഫോട്ടോ എനിക്ക് എടുക്കാൻ ഇങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്